ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന നമ്മുടെ വിവോൻ്റെ X200Fൻ്റെ ഒരു ഇനീഷ്യൽ റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുറേ പേരായി നമുക്ക് കമൻറ്റ് ചെയ്യുന്നു, എന്താ വെച്ചാൽ കുറേ പേര് ഇത് വാങ്ങിക്കാനുള്ള ഇതിൽ തയ്യാറെടുപ്പുകൾ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഇത്ര പെട്ടെന്ന് ഇടാൻ കാരണം. അല്ലെങ്കിൽ ഞാൻ നോർമലി ഒരു മിനിമം ഒരാഴ്ചയെങ്കിലും ഉപയോഗിച്ചിട്ട് ഇടാനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഇനീഷ്യൽ ക്വിക്ക് റിവ്യൂ നമുക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് പറയാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യം പറഞ്ഞ് നമുക്കിത് 3 കളറിൽ അവൈലബിൾ ആണ്. യെല്ലോ, ബ്ലൂ ഉണ്ട്, പിന്നെ ഗ്രേ ബ്ലാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. 12 GB 256 GB വരുന്നുണ്ട്, 12 GB 512 GB വരുന്നുണ്ട്. 55,000 ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്, മറ്റതിന് 60,000 രൂപയാണ് പ്രൈസ് വരുന്നിട്ട്. വിത്തൗട്ട് ഡിസ്കൗണ്ട്. കാർഡ് ഡിസ്കൗണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 5,000 രൂപയൊക്കെ ഉണ്ട്. 5,000 രൂപ 1,500 രൂപയൊക്കെ നമുക്ക് കാർഡ് ഡിസ്കൗണ്ട് നാളൊക്കെ വരുന്നുണ്ട്. ICICI, അതുപോലെ തന്നെ പിന്നെന്താ RBL നമുക്ക് ഓഫ്ലൈനിലുണ്ട്, ആക്സിസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓഫർ എടുക്കാം. നിങ്ങൾക്ക് പക്ഷേ എക്സ്ചേഞ്ച് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഓഫർ കിട്ടില്ല കേട്ടോ. ഞാൻ ആക്ച്വലി നമ്മുടെ സാംസങ്ങിൻ്റെ S23 നോർമൽ S23 എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് സാധനം. ഇത് ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ കളർ കേസും കാണാം. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ പ്രോസും കോൺസും പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോസ് ആയിക്കോട്ടെ. പ്രോസിനെ കുറിച്ച് പറയാം. മെയിൻ എന്താ പറയുക, പ്രോസ് എന്ന് പറയാനുള്ളത് ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയട്ടെ. ഈ ഒരു സെഗ്മെന്റിൽ പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. പ്രാക്ടിക്കൽ നമ്മൾ ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊന്നും മെയിനായിട്ട് എടുത്ത് പറയുന്നില്ല. നിങ്ങൾക്ക് കാണണമെങ്കിൽ വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കിടിലൻ ഡിസ്പ്ലേ, അത് മീഡിയ കൺസപ്ഷൻ ആയിക്കോട്ടെ, എന്താ പറയുക, LTPA ഡിസ്പ്ലേ തന്നെ വരുന്നത്, AMOLED ഡിസ്പ്ലേ തന്നെ വരുന്നത്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ നല്ല ക്വാളിറ്റി, നല്ല ക്ലാരിറ്റി, ഭയങ്കര ബെസ്റ്റ് ആയിട്ടുള്ള കിടിലൻ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ. അത് തന്നെയാണ് ആദ്യത്തെ പ്രോസ് എന്നും പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഇതേ റേഞ്ചിൽ വരുന്ന 13S ആണിത്. ഇതിൻ്റെയും നല്ല ഡിസ്പ്ലേ, ഇത് ഓൾമോസ്റ്റ് സിമിലർ ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട സംഭവമാണ് പ്രോ. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ബാറ്ററി ലൈഫാണ്. ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഓൾമോസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നമുക്കിപ്പോൾ ഒരു 24 മണിക്കൂർ ആയിട്ടുണ്ട്. ഇപ്പോഴും നമുക്ക് ഒരു 31% ബാറ്ററി ഇപ്പോഴും ലെഫ്റ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് സ്ക്രീൻ ഓൺ ടൈം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ തൽക്കാലം ഒരു 9 to 10 മണിക്കൂറൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ട്. അത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ആകെ ഒരു ദിവസമായിട്ടുള്ളൂ, ഒരു 1.5 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കൂടുതൽ എന്താ വെച്ചാൽ ഒപ്റ്റിമൈസ് ചെയ്ത് ഇനിയും കൂടുതൽ സാധനം. അപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 9 to 10 മണിക്കൂർ സുഖമായിട്ട് സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് ബാറ്ററി ലൈഫ് എന്ന് പറയാം. ബാറ്ററി ചാർജിങ്ങും നല്ല ഫാസ്റ്റ് ആണ്. 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തന്നെ നമുക്ക് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ സംഭവങ്ങളൊക്കെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പ്രോ എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൽ ഇൻബിൽഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. ഒരു അത്യാവശ്യം നല്ലൊരു കേസും വരുന്നുണ്ട്. പക്ഷേ ഈ കേസ് ഒരു സ്ലിപ്പറിയാണ്, അതൊരു ഇഷ്യൂ ആണ്. പിന്നെ ഈ നിങ്ങൾക്ക് യെല്ലോ അതുപോലെ തന്നെ ഈ ബ്ലൂ കളർ എടുക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു അതേ സെയിം കളറുള്ള ഒരു സംഭവം കിട്ടുക. പക്ഷേ ഇത് ചളിയാവാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. പിന്നെ സ്ലിപ്പറിയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് മാറ്റാം. അല്ലാതെ പക്ഷം നല്ല പ്രൊട്ടക്ഷൻ ഒക്കെ തരുന്ന ഒരു കേസാണ്. നമുക്ക് ഇവിടേക്കൊക്കെ നമുക്ക് നല്ല പോലെ പ്രൊട്ടക്ഷൻ കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടക്ഷനൊക്കെ തരുന്ന അത്യാവശ്യം നല്ല കേസ് തന്നെയാണ്. നമ്മുടെ നോർമൽ പണ്ട് തരുന്ന സാധാ ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മുടെ X200 പ്രോൻ്റെ നോർമലി കളറിൽ സാധാ ഇതേപോലത്തെ ഒരു കേസായിരുന്നു, ട്രാൻസ്പെറൻറ്റ്. അതിനെക്കാട്ടൊക്കെ നല്ല ബെറ്റർ ആണ് കേട്ടോ അത്. അപ്പോൾ അതും എടുത്ത് പറയേണ്ട ഒരു പ്രോസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് പ്രോസിൽ മെയിൻ പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ക്യാമറ നമുക്ക് ഇതിൽ വരുമ്പോൾ ഇതിൻ്റെ സ്പെക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 50-58 ആണ് വരുന്നത്, മുമ്പിലും 50 ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, റിയർ ക്യാമറ ആയിക്കോട്ടെ, നല്ല കിടിലൻ എന്താ പറയുക, സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസ് തന്നെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. പക്ഷേ അതിലൊരു ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്, നമുക്ക് കോൺസിൽ പറയാം കേട്ടോ. ഈ സെക്ഷനിൽ നല്ല വീഡിയോ ആയിക്കോട്ടെ, ഇപ്പോൾ എന്താ പറയുക, ഫോട്ടോസ് ആയിക്കോട്ടെ, നിങ്ങൾ ഓൾറെഡി ഞാനിപ്പോൾ ഇവിടെ കാണിക്കാം, കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കാം. അത്യാവശ്യം നല്ല ഫോട്ടോസ്, നല്ല എന്താ പറയുക, കളർഫുൾ ആയിട്ടുള്ള, നല്ല വിവിഡ് ആയിട്ടുള്ള, നല്ല കിടിലൻ. പിന്നെ സൈസ് പാർട്ട്ണർഷിപ്പും വരുന്നുണ്ട്. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എന്താ പറയുക, അവരുടെ കുറേ മോഡൽസുകളുണ്ട്. അത് നിങ്ങൾക്ക് ഇട്ടിട്ട് ഇഷ്ടംപോലെ സംഭവങ്ങൾ എടുക്കാം. പോർട്രേറ്റ്സ് ആയിക്കോട്ടെ, പോർട്രേറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല ലുക്കാട്ടോ കാണാം. നിങ്ങൾക്ക് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അല്ല, നമുക്ക് ഓൾറെഡി ഞാൻ വീഡിയോ നമ്മുടെ ഇതിൽ കാണിച്ചു തരാം. പിന്നെ നമുക്കിതിൽ ഓവറാൽ ലൈറ്റ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. നോർമലി നമ്മുടെ ഇപ്പോൾ ബാക്കിയുള്ള ഫോണുകളൊക്കെ പറയുകയാണെങ്കിൽ നോർമൽ LED ലൈറ്റ് ആണല്ലോ വരിക. ഇതിന് പകരം ഇതിൽ ഓവറാൽ ലൈറ്റ് ആണ്. അതായത് ഇതിൽ നമുക്ക് എന്താ പറയുക, കളർഫുൾ ലൈറ്റിൻ്റെ കളർ മാറ്റാം. അതായത് വാം കളറാക്കാം, കൂൾ കളറാക്കാം, അതിൻ്റെ മിഡിലുള്ള കളറാക്കാം. ഇപ്പോൾ വാം കളറൊക്കെ ഇടുമ്പോൾ നല്ല ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ സ്റ്റുഡിയോ ലൈറ്റിൽ ഒരെണ്ണം വാം കളറും ഒരെണ്ണം നമുക്ക് മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരെണ്ണം നമ്മുടെ നോർമൽ കൂൾ ലൈറ്റാണ്. പക്ഷെ നമുക്ക് ഈ വാം കളർ ഇടുമ്പോൾ നല്ലൊരു രസം കിട്ടുമല്ലോ നോർമലി. അപ്പോൾ അതേപോലത്തെ സംഭവം ഇത് ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഓറൽ ലൈറ്റ് എല്ലാ ഫോണുകളിലും ഇങ്ങനത്തെ ഓറൽ ലൈറ്റ് ആക്കണം. നോർമൽ LED കളർ മാറ്റിയിട്ട് ഓറൽ ലൈറ്റ് ആക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അടുത്തൊരു എന്താ പറയുക പ്രോസ് എന്ന് പറയാനുള്ളത് കേട്ടോ.
അടുത്ത പ്രോസ് എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി ആണ്. നമുക്ക് IP68 69 പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അതായത് ഓൾമോസ്റ്റ് വാട്ടർ പ്രൂഫ് എന്ന് പറയാം, വാട്ടർ റെസിസ്റ്റന്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആയിക്കോട്ടെ, ടോപ്പ് നോച്ച് എന്ന് തന്നെ പറയാം. ഞാൻ ഇതിന്റെ ഇത് ഊരിയിട്ട് എടുത്ത് കാണിച്ചു തരാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പറയുമ്പോൾ ഒരു 180 gram ഒക്കെ റേഞ്ചിൽ വരുന്നുള്ളൂ. പക്ഷേ ഇതിൽ 6500 mAh ബാറ്ററി നിങ്ങൾക്ക് അറിയിക്കും. അപ്പോൾ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി, നല്ല എന്താ പറയുക, ഒരു ക്വാളിറ്റി ശരിക്കും നമുക്കൊരു പ്രീമിയം ക്വാളിറ്റി ശരിക്കും നമുക്ക് ഈ സാധനം ഫീൽ ചെയ്യും ഹോൾഡ് ചെയ്യുമ്പോൾ. ഇതിന്റെ സൈഡ് ഫ്രെയിം ഒക്കെ ഈ കളർ ആകുമ്പോൾ സൈഡ് ഫ്രെയിം ഒക്കെ സിൽവർ ആണ് കേട്ടോ. യെല്ലോ ആകുമ്പോൾ നമുക്കത് ബ്ലാക്കാണ് വരിക. പിന്നെ ബ്ലാക്കിൽ പിന്നെ ബ്ലാക്ക് തന്നെയായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ഫോണിന്റെ ഫ്രെയിം മെറ്റൽ ആണെങ്കിൽ അതുമ്പോൾ ഈ ആന്റിന ബാൻഡ്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. അത് മെറ്റൽ ബാൻഡ് ആണെങ്കിൽ അല്ല, മെറ്റൽ ഫ്രെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആന്റിന ബാൻഡ്സ് കാണാൻ പറ്റും കേട്ടോ. പിന്നെ മെയിനായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു പ്രോസ് എന്ന് പറയാനുള്ള സംഭവം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രോസ് എന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മീഡിയ കൺസപ്ഷൻ ആയിക്കോട്ടെ, നമുക്ക് സ്പീക്കർ ക്വാളിറ്റി ആയിക്കോട്ടെ, മീഡിയ കൺസപ്ഷൻ അതിലെല്ലാത്തിലും വിടും, നല്ല ക്വാളിറ്റി സാധനം വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത് ഒരു പ്രോസ് എന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് കോൺസിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ക്യാമറയുടെ കാര്യം പറഞ്ഞു. ക്യാമറ കിടിലൻ തന്നെയാണ്. പക്ഷേ നമുക്കിതിൽ അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തേക്കുന്നത് വെറും 8 മെഗാപിക്സലിൻ്റെ ക്യാമറ മാത്രമാണ്. അതൊരു ജസ്റ്റ് ഒരു കോണായിട്ട് തോന്നി അവർക്ക്. ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ഒരു 20 or 30 ആ റേഞ്ചിലൊക്കെ എങ്കിലും കൊടുക്കാമായിരുന്നു മിനിമം. എന്ന് വെച്ചാൽ 50 കൊടുത്തു കഴിഞ്ഞാൽ അത് X200 പോലെയാവും. 50 തന്നെ കൊടുക്കാമായിരുന്നു. വേണമെങ്കിൽ കുറച്ച് ഇത് എന്താ പറയുക, മോഡൽ കുറഞ്ഞ അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞ 50 മെഗാപിക്സലും കൊടുക്കായിരുന്നു. അതൊരു എനിക്കൊരു മെയിൻ കോണായിട്ട് തോന്നി. അൾട്രാ വൈഡ് ക്യാമറ 8 മെഗാപിക്സലുള്ളൂ. പിന്നെ ക്യാമറ സെക്ഷനിൽ കോണെന്ന് പറയാനുള്ളത്, ഇതിന് അത്യാവശ്യം പ്രോസസ്സിങ് ടൈം വരുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗൂഗിൾ പിക്സലിലൊക്കെ നിങ്ങൾ കണ്ടായിരിക്കും, നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ്. പക്ഷേ ഇതിൽ പ്രോസസ്സിങ് ടൈം വരുന്നുണ്ട്. പക്ഷേ ആഫ്റ്റർ പ്രോസസ്സിങ് നമുക്ക് കിട്ടുന്ന റിസൾട്ട് കിടിലനാണ്. അതെടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ചില ഡിവൈസുകൾക്ക് ഹീറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയ ഇതിലത്രയ്ക്ക് എനിക്ക് ഞാൻ ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും അങ്ങനെ ഫേസ് ചെയ്ത് കണ്ടില്ല കേട്ടോ. ഗെയിമിങ്ങിനൊക്കെ അത്യാവശ്യം നല്ല ഫോൺ തന്നെയാണ്. ഗെയിമിങ്ങൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പങ്ങളൊന്നുമില്ല. നമുക്കറിയാം മീഡിയ ടെക്കിൻ്റെ 9300+ എന്ന് പറഞ്ഞ പ്രൊസറാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊസറാണ്. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 8 അത്ര വരുന്നില്ലെങ്കിൽ നമുക്ക് ഗെയിമിംഗ് ഒക്കെ കളിക്കാവുന്നതാണ്, വലിയ മോശമൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത മെയിൻ കോൺ എന്ന് പറയാനുള്ളത് നമുക്ക് ഇതിൻ്റെ USB പ്ലഗ് ആണ്, പോർട്ടാണ്. USB 2.0 ആണ് വരുന്നത്. അത് കുറച്ച് ഷോക്കായി പോയി. 3.1 എങ്കിലും കൊടുക്കായിരുന്നു. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് വരുന്നില്ല. പിന്നെന്താ, നമുക്കിതിൽ നമ്മുടെ eSIM സപ്പോർട്ട് വരുന്നില്ല. അതൊക്കെ കുറച്ച് കോൺസ് ആയി പോയി. എന്ന് വെച്ചാൽ 50 റേഞ്ചിൽ വരുമ്പോൾ അതൊക്കെ കൊടുക്കേണ്ടതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതൊക്കെ ഒരു മെയിൻ കോണെന്ന് എടുത്ത് പറയാനുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് നമ്മൾ കോണും കാണുള്ളൊന്നും അങ്ങനെ മെയിനായിട്ട് കണ്ടില്ല. പിന്നെന്താ, നമ്മളിത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സംഭവം പറയുന്നത്. പിന്നെ നമുക്ക് ഒരു കോൺ എന്ന് പറയാൻ, നമ്മൾ ഫിംഗർ പ്രിന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഭയങ്കര സ്ലോ ആയിട്ട് തോന്നി. അതുപോലെ തന്നെ എറേഴ്സും വരുന്നുണ്ടായിരുന്നു. നോർമലി നമ്മുടെ അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് അല്ലല്ലോ ഇതിൽ വരുന്നത്, നോർമൽ ഒപ്റ്റിക്കലാണ്. അപ്പോൾ അതൊരു കോൺ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഫിംഗർ പ്രിന്റ് അൺലോക്കിംഗ് ഒക്കെ ഫാസ്റ്റ് ആണ് കണ്ടു, അതിന് ഇഷ്യൂസും കാണുന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് എടുത്തു കണ്ടു. കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ താഴെയാണ്, പൊസിഷനും കുറച്ച് താഴെയാണ്. അതാ ഫാസ്റ്റ് ആണ് കേട്ടോ, അതിനൊന്നും ഇഷ്യൂ ഇല്ല. പക്ഷെ നമ്മളിത് ഈ ഫിംഗർ പ്രിന്റ് ഇതിൽ രജിസ്റ്റർ ചെയ്യില്ലോ, അപ്പോൾ ഭയങ്കര ടൈം എടുക്കുന്നുണ്ട് രജിസ്റ്റർ ആവാൻ. അതൊരു മെയിൻ കോണായിട്ട് എനിക്ക് തോന്നി. വേറെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെയായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാസം തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ 1 year വാറണ്ടി കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു ഡീലാണ്. അപ്പോൾ അങ്ങനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മാസം തന്നെ എടുക്കാൻ മറക്കണം. ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ അല്ലെങ്കിൽ ആമസോണിൻ്റെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നിങ്ങൾക്ക് കുറേ പേര് ഈ ഓഗസ്റ്റ് 1-ാം തീയതി അല്ലെങ്കിൽ നമ്മുടെ സെയിൽസ് തുടങ്ങാനൊക്കെ ഒന്ന് കാത്തിരിക്കുന്നുണ്ട്. സെയിൽസിൻ്റെ സമയത്തൊന്നും ഇതിനൊന്നും ഓഫർ വരാൻ 99.9% ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ട് ആരും ഇരിക്കണ്ട. പിന്നെ പഴയ ഫോണുകൾക്ക് മാത്രമേ ഓഫർ ഉണ്ടാവുള്ളൂ. പുതിയ ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണുകൾക്കും എനിക്ക് തോന്നുന്നത് 13S വലിയ കാര്യമുള്ള ഓഫറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കണമെന്ന് വെച്ചാൽ അത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ തൽക്കാലത്തേക്ക് ഈ മാസം ഉള്ള 1 year എക്സ്റ്റൻഡഡ് വാറണ്ടി ഫ്രീ കിട്ടുന്നത് ഈ മാസം കഴിഞ്ഞാൽ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു 1000 രൂപ ഓഫർ കിട്ടിയാലും മറ്റനാട്ടും ലാഭം ഈ സാധനം തന്നെയാണ് കേട്ടോ, ഇപ്പോൾ എടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇത് എടുക്കാനൊരു പ്ലാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എടുക്കായിരിക്കും ഒന്നുകൂടി ബെറ്റർ കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ഫോണാണ്, 50 രൂപയുടെ റേഞ്ചിൽ കുഴപ്പമില്ലാത്തൊരു ഫോൺ തന്നെയാണ്. നിങ്ങൾക്ക് ലോങ് ടൈം യൂസിനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ 512 GB വേരിയൻ്റ് എടുക്കായിരിക്കും നല്ലതെന്ന് പറയാം. എന്ന് വെച്ചാൽ 256 GB എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബേസ് നോർമൽ എന്താ പറയുക, ഒരു ബഡ്ജറ്റ് ഫോണിലടക്കം 256 GB വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അത്യാവശ്യം നമ്മുടെ ഇപ്പോഴത്തെ ഫോട്ടോസും കാണാനൊക്കെ നല്ല സൈസ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലോങ് ടൈമിനൊക്കെ യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 512 ചിലപ്പോൾ വേണ്ടി വരും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എക്സ്പാൻഷൻ SD കാർഡും സംഭവമൊന്നും ഇല്ലല്ലോ, 11 ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്കിപ്പോൾ ഫോട്ടോ എടുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറവാണെങ്കിൽ 256 എടുത്താലും കുഴപ്പമില്ല കേട്ടോ.
ഇപ്പോൾ ഞാൻ 512 എടുക്കണം എന്ന് തന്നെ നിർബന്ധം എന്ന് പറയുന്നതല്ല. നിങ്ങൾക്ക് ലോങ് ടേം യൂസ് ഫോട്ടോ വീഡിയോസ് ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം 512 എടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കളറ് ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾക്ക് നോക്കിയെടുക്കാം. ബ്ലൂ അല്ലെ അതിൻ്റെ യെല്ലോ ആണ് കുറച്ച് വെറൈറ്റി കളറ്. പക്ഷേ ഈ രണ്ടെണ്ണം പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ കിട്ടിയ കേസ് ചളിയാവാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. അപ്പം അതിൻ്റെ ഭയങ്കര മിനുസാണ്. എന്താ പറയുക, ഗ്രിപ്പ് ഭയങ്കര പോക്കാണ് കേട്ടോ. ഇതായാലും ഗ്രിപ്പ് കുറച്ച് പോക്കാണ്. അതിന് സ്ലിപ്പറിയാണ് ഭയങ്കര. അത് നോട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് കാണാത്ത പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മുടെ ടെക്കിലും ഫിനാൻസിലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. ഞാൻ സ്മാർട്ട് ഫോൺ റിച്ചാർഡ് ഫീൽഡൊക്കെ വർക്ക് ചെയ്തതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നമ്മൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫുൾ അടിച്ചാൽ മതി, മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? അടുത്ത കാണാം. ബൈ.